നമസ്കാരം, ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറീൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മുതിര എന്ന ദിവ്യ ഔഷധത്തെ കുറിച്ചാണ്. മുതിരയുടെ ആരോഗ്യ ഗുണങ്ങള്, അതുപോലെ തന്നെ മുതിര കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തില് പ്രമേഹത്തിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് മുതിര. കൂടാതെ മറ്റെന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ മുതിര കഴിക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ മുതിര, കടല മുതിരയൊക്കെ നമ്മൾ സ്ഥിരം കറികളിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് അല്ലെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കഴിക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ മുതിര എന്ന് പറയുന്നത് ധാരാളം പോഷക ഗുണങ്ങളുള്ള ഒരു കലവറയാണെന്ന് തന്നെ പറയാം. അതുപോലെ ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതും കൂടിയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട വിത്തും വേരും കൂടിയാണ് നമ്മൾ അതിന്റെ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങൾ ഉള്ളതായിട്ട് കാണപ്പെടുന്നത്. പിന്നെ അതുപോലെ അതിന്റെ ഘടകങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അയൺ, കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ഇനമാണ് മുതിര. അതുപോലെ തന്നെ എണ്ണ, ഫോസ്ഫോറിക് അമ്ലം, അതുപോലെ യൂറിയസ് എൻസൈം, ആൽബിനോയിഡ്സ്, അതുപോലെ സ്റ്റാർച്ച്, ഇത്തരം എല്ലാ സംഗതികളും അതിൽ കാണുന്നുണ്ട്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. പക്ഷെ കൊഴുപ്പ് വന്നിട്ട് 0 ആണ് കാണപ്പെടുന്നത്. അപ്പൊ അത് വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. കാര്യം ഇതിൽ കൊഴുപ്പില്ലാന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് വിശപ്പ് കൂടുതലുള്ള ആളുകളിൽ നിങ്ങൾക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ, ദഹനത്തിനൊക്കെ ഇത് ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ മുതിര കഴിക്കുകയാണെങ്കിൽ, മുതിര ഒരു സാലഡ് ആയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിശക്കാൻ കുറച്ച് സമയം എടുക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ഓക്കെ. അപ്പൊ വിശപ്പ് അറിയാതിരിക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ പ്രമേഹ രോഗികളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ബ്ലഡിൽ ഉണ്ടാകുന്ന ഷുഗർ കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു മുതിര ഉപകരിക്കും. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പ്രമേഹ രോഗികൾക്ക് അവരുടെ വളരെ നാച്ചുറലി തന്നെ ഷുഗർ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ അന്നജത്തിന്റെ ദഹനം വളരെ കുറവാണ് മുതിരയില്. പിന്നെ ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ യങ് ആയിട്ടും അതുപോലെ തന്നെ ചാമിങ് ആയിട്ടൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മുതിര എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതില് കൊഴുപ്പില്ല, 0 ആണ് കൊഴുപ്പിന്റെ അളവ്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് BP അത്തരം പേഷ്യൻസിനൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ശരീരോഷ്മാവ് നിയന്ത്രിക്കാനായിട്ട് ഇതിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പ് സമയത്തൊക്കെ നമുക്ക് ഇതൊരു തോരനായിട്ടോ അല്ലെങ്കിൽ കറിയായിട്ടോ ഒക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാലഡിലൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. പക്ഷെ ചൂട് കാലത്ത് നമ്മളിത് കഴിച്ചുകൂടാ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ചൂട് കാലത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അമിതമായിട്ടുള്ള ചൂട് വർദ്ധിപ്പിക്കാനും വിയർപ്പ് കൂടാനും ഒക്കെ കാരണമാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അമിനോ ആസിഡ് നല്ല രീതിയിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന, ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ അറിയാലോ, ആർത്തവ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ ആർത്തവ തകരാറുകള്, പീരീഡ്സ് ഒന്നും ക്ലിയർ അല്ലാത്ത അവസ്ഥ, പിന്നെ നമ്മുടെ ബ്ലഡിലുള്ള HB കൗണ്ട് കുറയുക, അത്തരം അവസ്ഥകള്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുരുഷന്മാരിലാണെങ്കിൽ സ്പേം കൗണ്ട് കുറയുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇതിൽ അമിനോ ആസിഡ് നല്ല ഹൈ ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റം വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാം. അത് ഞാൻ ലേറ്റർ ഓൺ പറഞ്ഞു തരാം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, ആന്റി ഓക്സിഡൻസിന്റെ ഒരു കലവറയാണ്. കാര്യം ഇതിൽ ഫ്ലവനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്, പോളിഫിനോയിഡ്സ് അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ യങ് ആയിട്ട് വെക്കാനായിട്ട് ഇത് സഹായിക്കും. ഓക്കെ. അതുപോലെ തന്നെ ആസ്മ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, കിഡ്നി സ്റ്റോൺസ്, മൂത്രക്കല്ലുകൾ, ഇതൊക്കെ നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ മുതിര സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സാധിക്കും. 1-2 ദിവസം ഉപയോഗിച്ചിട്ട് അയ്യോ മാറുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കാര്യം ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. കാര്യം സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ കുതിരകള്, അതുപോലെ തന്നെ നമ്മുടെ ഈ കന്നുകാലികൾക്കൊക്കെ ഇത് കൊടുക്കാറുണ്ട്. അവരുടെ മസിൽ ബൂസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കുന്ന ഒന്നാണ് ഈ മുതിര എന്ന് പറയുന്നത്. കാലി തീറ്റയായിട്ട് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ വളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മനുഷ്യന് മാത്രമല്ല പ്രകൃതിക്കും കൂടി ഇണങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് മുതിര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് നമുക്ക് കഴിക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. നമുക്കും ശരീരത്തിലെ മസിൽസ് ഒക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനും ശാരീരികമായിട്ടുള്ള എല്ലാ ഗുണങ്ങൾക്കും ഇത് സാധിക്കുന്നതാണ്. അതുപോലെ ഹൃദ്രോഗങ്ങള്, അതുപോലെ തന്നെ വാതരോഗങ്ങള്, മൂലക്കുരു പോലത്തെ പ്രശ്നങ്ങൾ, വിരശല്യം, നേത്രരോഗങ്ങള്, മഞ്ഞപ്പിത്തം, ഇത്തരം അവസ്ഥകളിലൊക്കെ നമുക്കിത് ഈ ഒരു മുതിര കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇനി ആയുർവേദ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്ന ഒരു ചികിത്സയാണ് മുതിരക്കിഴി എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ മുതിരക്കിഴി എന്നൊക്കെ പറയുന്നത് മുതിര വറുത്ത് പൊടിച്ചിട്ട് നമ്മൾ കിഴി കെട്ടിയിട്ട് അങ്ങനെ വേദനയുള്ള ഭാഗത്ത് നമ്മൾ എണ്ണയിൽ മുക്കി, ഏത് എണ്ണയാണ് ഇപ്പൊ ചിലപ്പോൾ തെന്നന്തുരം തൈലം അല്ലെങ്കിൽ കൊട്ടൻ ചുക്കാരി തൈലം, ഏത് തൈലാണെങ്കിലും ആ തൈലത്തിൽ ഒന്ന് ചെറിയ ചൂടോട് കൂടി മുക്കി
നമ്മൾ വേദനയുള്ള ഭാഗത്ത് വെക്കുന്ന മുതിരക്കിഴി വളരെ പ്രശസ്തമാണ്. നമ്മൾ ഒരുപാട് ആയുർവേദ ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയും കൂടിയാണിത്. പെട്ടെന്ന് തന്നെ വാതരോഗങ്ങളിലൊക്കെ ശമനം കിട്ടാനായിട്ട് മുതിരക്കിഴി വളരെയധികം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഉദ്വർത്തനം പോലത്തെ ചികിത്സകൾ ഇപ്പൊ പറയുകയാണെങ്കിൽ മുതിര പൊടിച്ചിട്ട് നമ്മൾ ഉദ്വർത്തനം ചെയ്യുക, അതിലെ പൊടി വെച്ചിട്ട് തിരുമ്മ, അത്തരം അതായത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പൊക്കെ അലിയിച്ച് കളയാനായിട്ട് ഈ മുതിരയ്ക്ക് നല്ല രീതിയിൽ കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉദ്വർത്തനം നമുക്ക് ഈ ഒരു പൊടി വെച്ചിട്ട്, മുതിരയുടെ വറുത്തടിച്ച പൊടി വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട് രോഗികളിൽ. അത് വളരെ റിസൾട്ട് കിട്ടുന്ന ഒന്നും കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒബേസിറ്റി ഉള്ള പേഷ്യൻസിന്, അതായത് നല്ല രീതിയിൽ തടിയുള്ള ആളുകളിലൊക്കെ മുതിര ഡെയിലി കഴിക്കുന്നത് തടി കുറയ്ക്കാനായിട്ട് സഹായകമാണ്. ഓക്കെ. പിന്നെ മുതിര സൂപ്പൊക്കെ വെച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. വയറ് കുറയാനും, വയറ് കുറഞ്ഞ് നമുക്ക് നല്ലൊരു ശരീരത്തിന്റെ ഒരു ആകൃതി നല്ല രീതിയിലാക്കാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പൊ മുതിര കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, മുതിരയുടെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? വെളുത്തുള്ളി ചേർക്കണം. അപ്പൊ ചിലവർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മുതിര കൊണ്ട് ഉണ്ടാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായി വെളുത്തുള്ളി ചേർത്ത് കഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് വാത കഫ ദോഷങ്ങള്, പ്രകോപനങ്ങളെ നിയന്ത്രിക്കാനാണ് നമുക്ക് മുതിര ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുതിര തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതൊക്കെ ഇത്തരം വാത കഫ ദോഷങ്ങളെ ശമിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ മുതിര കഷായം വെച്ച് കുടിക്കുന്നത് മൂത്രക്കല്ല്, അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന കിഡ്നി സ്റ്റോൺസ്, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് ഇങ്ങനെ ഈ മൂത്രക്കല്ല് ഒക്കെ പൊടിഞ്ഞു പോകാനും അതുപോലെ വൃക്കയിലുള്ള കല്ലിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു രീതിയുണ്ട്. അതെന്താന്ന് വെച്ചാല് മുതിര കഷായത്തില് സെയിം, അപ്പൊ 1 ഔൺസ് ആണ് നമ്മൾ എടുക്കണേ വെച്ചാൽ 1 ഔൺസ് എടുക്കുക, അല്ലെങ്കിൽ 2 ഔൺസ് എടുക്കുക, 3 ഔൺസ് എടുക്കുക, അങ്ങനെ 2 ഔൺസ് ഒക്കെ മാക്സിമം എടുത്താൽ മതിയായിരിക്കും. അതിലേക്ക് നമ്മൾ അതേ അളവിൽ തന്നെ മുള്ളങ്കി നീര് ചേർത്ത് നമ്മൾ കുടിക്കുന്നത് ഈ മൂത്രക്കല്ല് പൊടിഞ്ഞു പോകാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പീനസം എന്ന് പറയുന്ന അവസ്ഥയിലൊക്കെ നമുക്ക് ഈ മുതിരയും ജീരകവും സമം ചേർത്തിട്ട് നമുക്ക് കഷായം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ അത് നല്ല ഗുണം ചെയ്യാറുണ്ട് പീനസ് അവസ്ഥയിലൊക്കെ. പിന്നെ ഏതൊക്കെ അവസ്ഥകളിൽ നമ്മൾ മുതിര അവോയ്ഡ് ചെയ്യണമെന്നും കൂടി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഗർഭിണി ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും മുതിര കഴിക്കരുത്. അതുപോലെ ശരീരഭാരം വളരെ കുറവുള്ള ആൾക്കാർ, കാര്യം എപ്പോഴും ശ്രദ്ധിക്കാം, മുതിര കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരീരഭാരം കുറയും. അപ്പോൾ ശരീരഭാരം കുറയും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ മുതിര എപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കുറഞ്ഞു പോകും. അപ്പൊ ഭാരം ഓൾറെഡി കുറഞ്ഞിട്ടുള്ള ആൾക്കാർ, മാസിയേറ്റ് ക്ഷീണമുള്ള ആൾക്കാർ, അതുപോലെ ഒരുപാട് കുറവുള്ള ആൾക്കാർ, ശരീരഭാരം തീരെ ഇല്ലാത്ത ആൾക്കാർ, അണ്ടർ വെയിറ്റ് ആയിട്ടുള്ളവരൊന്നും ഈ മുതിര കഴിക്കാനായിട്ട് പാടില്ല. അതുപോലെ ക്ഷയം എന്ന അവസ്ഥ, TB പോലത്തെ അവസ്ഥകളിലൊന്നും കഴിക്കാനായിട്ട് പാടില്ല എന്നുള്ളതും കൂടി വളരെ പ്രധാനപ്പെട്ടായിട്ട് ഓർക്കേണ്ട കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് മുതിരയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പ്രമേഹത്തിലൊക്കെ വളരെ പ്രശസ്തമാണ്. പ്രമേഹമുള്ള രോഗികൾക്ക് സ്ഥിരം കഴിക്കാവുന്ന ഒരു കറിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നും കൂടിയാണ് മുതിര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പയറുവർഗത്തിൽപ്പെട്ട ഈ മുതിര എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുവിധം എല്ലാ രോഗങ്ങളിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ചൂട് കാലത്ത് ഉപയോഗിക്കരുത്. അതുപോലെ പിന്നെ ഈ പറഞ്ഞ ഗർഭിണി അവസ്ഥ, അതുപോലെ TB പോലത്തെ പ്രശ്നങ്ങൾ, അതുപോലെ ശരീരഭാരം കുറവുള്ള ആൾക്കാര്, ഇങ്ങനെ ഉള്ളവരൊന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഇതുവഴി ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ള ആളുകളിലേക്കും കൂടി മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.